divided into three. Okay, three classification. First is legislative function, second is executive function, the third is financial function and electoral function, and third alla fourth aaketto. Fourth classification. Okay, fourth power of removal, functions regarding the amendment of constitution, and അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അല്ലേ. ആറാണ്, ഫോറും അല്ല, സിക്സ് ഫങ്ഷൻസ്. ഓക്കെ, റിമൂവ് ചെയ്യാനുള്ള ഫങ്ഷൻ ഉണ്ട്. ആൻഡ് റിഗാർഡിംഗ് ദ അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അതൊരു ഫങ്ഷനാണ്. പവർ ഓഫ് റിമൂവൽ ആൻഡ് ദ ഇലക്ട്രോൾ ഫങ്ഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആൻഡ് പിന്നെ പറയുന്നത് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആൻഡ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ. അതിൽ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിൽ പറയുന്നത് ദ പാർലമെന്ററി സിസ്റ്റം ഗവൺമെന്റ് ദർ ഇസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലെജിസ്ലേഷൻ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ആണ് പാർലമെന്റിന്. അത് നമ്മൾ നോക്കി. പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹിസ് കൗൺസിൽ മിനിസ്റ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു പാർലമെന്റ് ഇൻഡിവിജ്വലി ആസ് വെൽ ആസ് കളക്റ്റീവ്ലി. അതായത് പ്രൈം മിനിസ്റ്ററും കൗൺസിൽ മിനിസ്റ്റേഴ്സും വ്യക്തിപരമായിട്ട് നമ്മുടെ പാർലമെന്റിനോട് ഒരു അടുപ്പം ഉണ്ടാവണം. ദ പാർലമെന്റ് ക്യാൻ ഡിസ്ലോഡ്ജ് മിനിസ്ട്രി ഓഫ് പാസിംഗ് വോട്ട് ഓഫ് ദ കോൺഫിഡൻസ് ബൈ റെഫ്യൂസിംഗ് ദ, അതായത് വോട്ട് നോക്കുന്നതും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ ഇൻഡിവിജ്വലി തന്നെ എല്ലാം കറക്റ്റായി ചെയ്യണം. ദ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ എന്താ? ദ പാർലമെന്ററി പെർഫോമൻസ് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ. ഇറ്റ് ഇസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ പബ്ലിക് മണി. അല്ലേ, നമുക്കറിയാം എന്താണ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പബ്ലിക് മണി നമ്മളെ മണിയില്ലേ, മനുഷ്യൻ, നമ്മുടെ കോമൺ പീപ്പിൾ ആയ നോർമലി ഓർഡിനറി ജനങ്ങളാണല്ലോ ഈ വോട്ടും. അപ്പോൾ നമ്മളെ ക്യാഷാണ് പോകുന്നത്. ഈ കറണ്ട് ബില്ല് അങ്ങനെയുള്ള പൊതുവെ കുറേ ബില്ല് പോകുന്നുണ്ടല്ലോ നമുക്ക്, നികുതി. Okay, the power of removal. Certain high functionaries may be removed from the office initiative of parliament. The president of India may be removed through the process of impeachment. നമ്മൾ പറഞ്ഞു പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററിനൊക്കെ റിമൂവ് എന്ന് പറയാൻ പാടില്ല. ദാറ്റ് ഇസ് ദ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വേർഡ് ഈസ് ഇംപീച്ച്മെന്റ്. അല്ലേ, ഫങ്ഷൻസ് റിഗാർഡിംഗ് ദ അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെൻ ലോ മേക്കിംഗ് പ്രൊസീജിയർ ഇൻ ദ പാർലമെന്റ്. അല്ലേ, ദെൻ ഓർഡിനറി ബിൽസ്. ഇതൊക്കെ ആരെ ഫംഗ്ഷനാണ്? പാർലമെന്റിലെ ബില്ല് പാസ്സാക്കുക. വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ബിൽ, ദ ഫസ്റ്റ് റീഡിംഗ് ഓഫ് ദ ബിൽ സ്റ്റാർട്ട് ദ സ്റ്റേജ് ഈസ് സിമ്പിൾ. ദ മിനിസ്റ്റർ വാണ്ടിങ് ദ ഇൻട്രൊഡ്യൂസ് ബിൽ ഇൻഫോം ദ പ്രസിഡന്റ് ഓഫീസർ ആൻഡ് ക്വസ്റ്റ്യൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഹൗസ് ആൻഡ് അപ്രൂവ്. നോർമലി ദ വോയിസ് മിനിസ്റ്റർ കോൾഡ് അപ്പോൺ ദ ഇൻട്രൊഡ്യൂസ് ദ ബിൽ. ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവർ ബില്ല് പാസ്സാക്കുന്നു. Procedure. Next, money bill. The money bill is also bill deal with the money matters like imposition, taxes. Like taxes are related ആയ ബില്ലിനെയാണ് മണി ബിൽ എന്ന് പറയുന്നത്. എന്താണ് ബഡ്ജറ്റ്? വാട്ട് ഈസ് ബഡ്ജറ്റ്? ദ ബഡ്ജറ്റ് ഈസ് ആൻ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് എക്സ്പെക്റ്റഡ് റവന്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് പബ്ലിക് മണി. പബ്ലിക് മണിയുടെ പിന്നെ വർഷത്തിൽ വരുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ദ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അല്ലേ, ദ ബഡ്ജറ്റ് ഈസ് ആൻ ആനുവൽ, ഇതിങ്ങനെ തന്നെ ഡെഫിനേഷൻ ചോദിച്ചാൽ എഴുതണേ. The budget is an annual financial statement showing expected revenue and expenditure of public money. Revenue, expenditure, ചെലവ്. അല്ലേ, ദ പ്രസന്റേഷൻ ഓഫ് ബഡ്ജറ്റ്. ഇതൊക്കെ ആരുടെ? പാർലമെന്റിന്റെ ഓരോ പിന്നെ എന്താണ്. നെക്സ്റ്റ് പാർലമെന്റിന്റെ നെക്സ്റ്റ് നമുക്ക് സുപ്രീം കോർട്ടാണ്. അല്ലേ, സുപ്രീം കോർട്ട് എന്താ നോക്കാം നമുക്ക് ഫസ്റ്റ്. ദെൻ സുപ്രീം കോർട്ട് മിസ് ഒന്ന് വായിക്കുക. സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ഇന്ത്യ. നമുക്കറിയാലോ ഹയസ്റ്റ് കോർട്ടാണ്. അല്ലേ, സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, ഹയസ്റ്റ് HIGHEST ഹയസ്റ്റ് കോർട്ട് ഓഫ് ഇന്ത്യ is the highest court of India and Indian judicial system in the previous of 2 lesson. Parliament makes lesson who country. Okay, പിന്നെ സിംഗിൾ യൂണിയൻ ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം. അതിലെന്തൊക്കെ? സുപ്രീം കോർട്ട് ഉണ്ട്, സ്റ്റേറ്റ് ഹൈക്കോർട്ട് ഉണ്ട്, ദെൻ സബോർഡിനേറ്റ് കോർട്ട്സ് ഉണ്ട്, ലോവർ കോർട്ട്സ് ഉണ്ട്. അല്ലെ, സ്റ്റേറ്റ് ഹൈക്കോർട്ട്, ലോവർ കോർട്ട്, സിവിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഓഫ് കണ്ടീഷൻ, ക്വാളിഫൈഡ് അപ്പോയിൻമെന്റ് ജഡ്ജിന്റെ ക്വാളിഫിക്കേഷൻ. ഒരു ജഡ്ജി, സുപ്രീം കോർട്ട് ജഡ്ജിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? 5 years ഓഫ് ജഡ്ജ് ഹൈക്കോർട്ട് ഓർ 2 more than 2 such courts. ഓക്കെ, അതായത് അറ്റ്ലീസ്റ്റ് 5 years ജഡ്ജ്മെന്റ് ഓഫ് ഹൈക്കോർട്ട്. സുപ്രീം കോർട്ടിൽ എത്തണ ജഡ്ജിക്ക് ഹൈക്കോർട്ടിലെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം? 5 years, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇവിടുത്തെ ഹൈക്കോർട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ സുപ്രീം കോർട്ടിലേക്ക് പോകാൻ പറ്റും. ആൻഡ് ഫോർ അറ്റ്ലീസ്റ്റ് 10 years an advocate of high court. 10 വർഷം തന്നെങ്കിലും വക്കീലായിട്ട് എന്ത് ചെയ്യണം? അദ്ദേഹം
സേവനം അനുഷ്ഠിക്കണം. ആൻഡ് 2 or more than 2 or such court. An opinion of president and distinction of juries. അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? The court, a court record. The Supreme Court is court record. Supreme Court എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോർട്ട് റെക്കോർഡ്. ഹാസ് 2 implications. 2 implication അടങ്ങുന്ന ഒരു കോർട്ട് റെക്കോർഡാണ് സുപ്രീം കോർട്ട് റെക്കോർഡ്. ഓൾ ദ ഡിസിഷൻ ആൻഡ് ജഡ്ജ്മെന്റ് ആർ സൈറ്റഡ് ആസ് precedents in sole court of country. They have the force of law and are blinding the lower court. Okay, അപ്പോൾ എന്ത് ചെയ്യണം? ഒറിജിനൽ ജൂറിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഈ സുപ്രീം കോർട്ട് എത്തണമെങ്കിൽ ഹൈക്കോർട്ടിൽ അത്രയും വർഷം പ്രാക്ടീസ് ചെയ്യണം. അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രമേ എവിടെ വർക്ക് ചെയ്യാൻ പറ്റൂ? സുപ്രീം കോർട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് വൺ ഓഫ് ദ സൈഡ് ഓഫ് മോർ ദാൻ സ്റ്റേറ്റ് ഓൺ അതർ സൈഡ്. അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എന്താ? അപ്പീൽസ് ഓഫ് ക്രിമിനൽ കേസസ്, അപ്പീൽസ് ഓഫ് സിവിൽ കേസ്. എന്താണ് സിവിൽ കേസ്? എന്താണ് ക്രിമിനൽ കേസ്? ദെൻ പിന്നെന്താ പറയുന്നത്? ദെൻ അപ്പീൽസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ കേസ്, അഡ്വൈസറി ജൂഡിഫിക്കേഷൻ ആൻഡ് ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എന്താണ് സിവിൽ കേസ്? മിസ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പീൽ ഓഫ് ക്രിമിനൽസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോർട്ട് ഓഫ് റെക്കോർഡ്. കോർട്ട് റെക്കോർഡിൽ ഇപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? സിവിൽ കേസ് എന്നാൽ എന്ത്? അല്ലേ? അപ്പീൽ ഇൻ സിവിൽ കേസ്, ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ദ പ്രോപ്പർട്ടി, മാരേജ്, മണി, കോൺട്രാക്ട് ആൻഡ് സർവീസസ്. ഏതൊക്കെ? പ്രോപ്പർട്ടി, മണി, പിന്നെന്താണ്? Contract service, extra, all called civil cases. Civil cases involve a substantial point of law, public importance, needing the interpretation of constitution of law. The appeals against high court decision and but according നമുക്കറിയാലേ ഹൈക്കോർട്ടിൽ നമ്മൾ സുപ്രീം കോർട്ട് പോകുന്നു. ഹൈക്കോർട്ട് തോറ്റ കേസൊക്കെ ചിലപ്പോൾ സുപ്രീം കോർട്ട് വാദിക്കേണ്ട അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പീൽ ഇൻ ക്രിമിനൽ കേസസ്, ക്രിമിനൽ കേസസിന് നോക്കാം. എന്താണ്? an appeal may be brought to Supreme Court against High Court decision in a criminal cases, a number of situation. പലതരം സിറ്റുവേഷൻ കൊണ്ടും എന്താവാം ക്രിമിനൽ കേസ് നമുക്ക് ഡീൽ ചെയ്യാം. ഫസ്റ്റ്ലി ഹൈക്കോർട്ട് സെറ്റ് aside the appeal or an order to acquittal passed of lower court in awards death sentence in accused. He may bring an appeal to Supreme Court by right. അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ അല്ലേ? ഹൈക്കോർട്ട് സെറ്റ് aside the appeal or an order to acquittal passed by lower court. ലോവർ കോർട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർന്നിട്ടില്ലെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ട് വരെ പോവാം. സെക്കൻഡ്ലി appeal can also made the Supreme Court and High Court withdraws a case from lower court of itself. Okay, next the appeal is in case of other than these 2 categories may also brought to Supreme Court provided High Court grant certificate to case of this appeal Supreme Court. അപ്പോൾ സുപ്രീം കോർട്ട് എന്ത് ചെയ്യും? ഇവിടെ വാദിച്ച് ജയിക്കാൻ പറ്റാത്ത കേസ് ഹൈക്കോർട്ടിൽ നിന്ന് സുപ്രീം കോർട്ടിലേക്ക് പോകും. സുപ്രീം കോർട്ടിൽ എന്ത് ചെയ്യും? അത് ഒരു പക്ഷേ അതിലെന്തെങ്കിലും പിന്നെ നമുക്കറിയാമല്ലേ, നമ്മൾ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ സുപ്രീം കോർട്ടിലേക്ക് പോകുന്നതും. മോഹൻലാലിൻ്റെ കുറേ സിനിമയിലുണ്ടല്ലേ ഹൈക്കോർട്ടിൽ ഇതാക്കിയിട്ട് വധശിക്ഷക്ക് വിധിച്ചതൊക്കെ എങ്ങോട്ട് സുപ്രീം കോർട്ട് പോയിട്ട് വാദിച്ച് അങ്ങനെ എന്താവും ആ ഒരു ഇതൊന്ന് രക്ഷപ്പെടുമ്പോൾ എന്താണ്? അപ്പോൾ എന്ത് ചെയ്യും? സുപ്രീം കോർട്ട് എന്ത് ഗ്രാൻഡ് ചെയ്യും? എന്ത് അനുവദിക്കുക ചെയ്യുക? അവരെ ആ പെർമിഷൻ ഗ്രാൻഡഡ് ആക്കി, അതായത് ഈ അവരുടെ കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, അത് എന്ത് ചെയ്യുക? റീ ഓപ്പൺ ചെയ്യാനുള്ള ഓർഡർ ആര് കൊടുക്കുന്നു? സുപ്രീം കോർട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ സിനിമയിൽ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളോട് പറയേണ്ടത്, നിങ്ങൾ വലിയ കുട്ടികളാണ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഹൈക്കോർട്ടിലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എവിടെ പോകും? സുപ്രീം കോർട്ട് പോകും. ഒരു പക്ഷേ എത്രയോ അങ്ങനെ കേസസ് റയറായിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഹൈക്കോർട്ടിലെ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാതൊക്കെ ഇതായിട്ട് അവരെവിടെ പോകും? സുപ്രീം കോർട്ടിൽ നിന്ന് വാദിച്ച് ജയിച്ച ഒരു ചരിത്രവും നമുക്ക് കാണാനും കേൾക്കാനൊക്കെ പറ്റും. ഓക്കെ, പിന്നെ ഒറിജിനൽ ജൂഡിഫിക്കേഷൻ നമ്മൾ ദെൻ നെക്സ്റ്റ് ക്രിമിനൽ കേസ്. അപ്പീൽ ഇൻ ക്രിമിനൽ കേസിൽ എന്താണ്? അപ്പീൽസിൻ്റെ എന്താ അതിൽ നമുക്ക് പറയുന്നത് നോക്കാം. an appeal may be brought to Supreme Court against High Court decision in criminal case in number of situation. അല്ലേ? പല സിറ്റുവേഷൻ കൊണ്ടും എന്താവാം ക്രിമിനൽ കേസ് നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടി വരാം. ഫസ്റ്റ്ലി ദ ഹൈക്കോർട്ട് സെറ്റ്സ് aside appeal or order to pass by lower court and awards that death sentence to the accused. They may bring an appeal the Supreme Court by right. ഒരു പക്ഷേ നമ്മൾ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ട്, ലാസ്റ്റ് ഡെത്തിന് വധശിക്ഷ വരെ എന്താക്കിയതുണ്ട്, നമ്മളെ ലോവർ ആ താഴെ അതൊക്കെ പോയിട്ട് വധശിക്ഷ സുപ്രീം കോർട്ട് വധശിക്ഷ റദ്ദാക്കിയ ഒരു സിനിമ നമുക്ക് കണ്ടിട്ട്. അപ്പോൾ അത്ര ഒരു ജീവിതം ഒരു ജീവനൊക്കെ രക്ഷപ്പെടുന്ന ഒരു റയർ കേസൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ക്രിമിനൽ കേസൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇത്. പ്രധാനമായിട്ടും സിവിൽ കേസസും ക്രിമിനൽ കേസസും ആണ് ചെറുതായിട്ട് നമുക്ക് ലാസ്റ്റ് ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് രാജ്യസഭ, ലോക്സഭ, ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്, ദെൻ സ്പീക്കറുടെ ഡ്യൂട്ടി, അവരില്ലെങ്കിൽ പിന്നെ നമ്മൾ വൈസ് പ്രസിഡന്റ് വരുന്നത്, ഡെപ്യൂട്ടി ചെയർമാൻ ഡ്യൂട്ടി എടുക്കുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.